അപ്പച്ച, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അമ്മച്ചിയെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ പോകുന്നേ? അപ്പച്ചൻ പോയത് പിന്നെ അമ്മച്ചിയുടെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. എനിക്കറിയാൻ മേല എന്നാ ചെയ്യേണ്ടതെന്ന്. എന്നെ ഒന്ന് കേൾക്കാനോ ഒന്ന് മനസ്സിലാക്കാനോ ആരും ഇല്ലാതായി പോയല്ലോ. അതിനു മാത്രം എന്താ നിന്റെ പ്രശ്നം? അമ്മച്ചിക്ക് എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല സിസ്റ്ററെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല സിസ്റ്റർ, എന്താ എത്ര നേരത്തെ, അതും ഈ സിമിത്തേരിയില്? ഇന്ന് മരിച്ചവരുടെ തിരുനാളല്ലേ, സിസ്റ്റേഴ്സിന്റെ കല്ലറയൊന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചു. അല്ല, മോൾ എന്താ അപ്പച്ചനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നേ? ഇതിനാണോ ഇത്ര നേരത്തെ പോന്നത്? അതൊന്നുമില്ല സിസ്റ്ററെ, ഞാൻ കുറെ നാളായി ഒരു ഉത്തരത്തിനായി നടക്കുക. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. സിസ്റ്ററിനറിയോ എന്റെ അപ്പച്ചൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ നേഴ്സിംഗ് പഠിക്കാൻ വിട്ടതെന്ന്? അതുപോലെ തന്നെ അമ്മച്ചിയും എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥനയുമായി നടപ്പാ. അപ്പൊ ഇതാണോ നിന്റെ പ്രശ്നം? അതല്ലെന്നേ, ഈ കുറച്ചു നാളായിട്ട് ഒരു മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനായി ജീവിക്കണമെന്ന് ഒരു തോന്നലുണ്ടായി. ഒരു ദിവസം ഈ കാര്യം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ച, ഞാൻ കുറെ ആലോചിച്ചു. എന്റെ ഇഷ്ടം ഇതാണ്. ഇതിനാണോ ഞാൻ ഈ കണ്ട ലോണെല്ലാം എടുത്തുകൂട്ടി നിന്നെ പഠിക്കാൻ വിട്ടത്? പ്രാർത്ഥിക്കാൻ മഠത്തിൽ പോകണമെന്നൊന്നുമില്ല, ഉള്ള പ്രാർത്ഥനയൊക്കെ മതി. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. പിന്നെ പെട്ടെന്നായിരുന്നു അപ്പച്ചന്റെ മരണവും. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം കൂടുതലുകൊണ്ടാ അപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മച്ചിയുടെ ഒറ്റപ്പെടൽ എനിക്ക് സഹിക്കത്തില്ല. എന്നെ ഇത്ര നാളൊക്കെ പഠിപ്പിച്ചിട്ട് അവരോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നന്ദിയില്ലാത്തവളാവില്ലേ? എനിക്കറിയില്ല സിസ്റ്ററെ എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സന്യാസിയായ സിസ്റ്ററിന് പോലും ഒരു ഉത്തരം തരാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോളെ, നീ എന്നത്തിനായി വിഷമിക്കുന്നേ? നീ അങ്ങോട്ട് നോക്കിക്കേ, നിനക്കുള്ള ഉത്തരം ദേ അവിടെയുണ്ട്. സ്വർഗത്തിൽ നിനക്ക് സ്നേഹമുള്ളൊരു അമ്മയുള്ളപ്പോൾ ഈ ഭയത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ നിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ എത്ര പേർ റിപ്ലൈ തരും? നിനക്കൊരു സങ്കടം വന്നാ എത്ര പേർ ഒപ്പം കാണും? പക്ഷെ നിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും വിഷമങ്ങൾക്ക് ആശ്വാസവുമായ ഒരു റിപ്ലൈ തരാൻ ഒരാൾ എപ്പോഴും ഓൺലൈനിലുണ്ടെന്നേ. അവനെ ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ, ഒന്ന് മനസ്സ് തുറന്നാ മതിയെന്നേ. കുർബാന മണി അടിച്ചു കേട്ടോ, കുർബാന കഴിഞ്ഞു കാണാം. അല്ല, അത് പിന്നെ സിസ്റ്ററെ, സിസ്റ്ററെ 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 ഇന്ന് നേരത്തെ സെമിത്തേരി വന്നിരുന്ന സിസ്റ്റർ അവിടെ കുർബാന കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞിരുന്നു. ഏത് സിസ്റ്ററാ മോളെ? ഞങ്ങളാരും വെളുപ്പിനെ വന്നില്ലല്ലോ. പിന്നെ മോൾ ഏത് സിസ്റ്ററിനെയാ കണ്ടത്? പേര് വല്ലതും പറഞ്ഞോ? സിസ്റ്റർ അൽഫോൻസ. സിസ്റ്റർ അൽഫോൻസ? അങ്ങനെ ഒരു സിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങള് പോവാണേ. ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നന്നായി സഹിച്ച് അവിടുത്തേക്ക് കാഴ്ച കൊടുക്കുമ്പോഴാണ് ഈ സന്യാസത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഒന്നുമോർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ലെന്നേ. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ട് നിനക്കായി സ്വർഗത്തിൽ മാളികകൾ പണിയപ്പെടുന്നുണ്ട്. നിന്റെ തിരഞ്ഞെടുപ്പ് അതെന്തായാലും അത് നിന്റെ മാതാപിതാക്കൾക്ക് ഒരനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് നിന്റെ ജീവിതാഭിലാഷം അതെന്തായാലും അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇനി നീ ആലോചിക്കും. ഒരു കണക്കിന് നോക്കിയ ഈശോയെ, നീ അറിയാതെ
എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഇപ്പോഴെനിക്ക് ഉറപ്പുണ്ട്. എന്നെ മുഴുവനായും കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അങ്ങ് തന്ന സുഹൃതങ്ങളുടെ പരിമളച്ചെപ്പാകുന്ന ഈ സന്യാസം ഞാൻ അടച്ചു സൂക്ഷിക്കട്ടെ. നാഥ, എല്ലാം നീ മാത്രം അറിഞ്ഞാൽ മതി.